ഓക്കെ, നമുക്കപ്പോൾ ഒരു സിമ്പിൾ പ്രോബ്ലം കൂടെ നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മുടെ ഫ്രിക്ഷൻ ഇല്ലേ, ജനറലി 3 ടൈപ്പ് ഫ്രിക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രിക്ഷൻ ഫോഴ്സിന്റെ ഒന്നാമത്തെ പറഞ്ഞാൽ കണക്റ്റഡ് ബോഡീസ് ഓഫ് ഫ്രിക്ഷനും രണ്ടാമത്തത് വെഡ്ജ് ഫ്രിക്ഷൻ, മൂന്നാമത്തെ ഒരു ഫ്രിക്ഷനുകളുണ്ട്. ലാഡർ ഫ്രിക്ഷൻ. ഈ 3 ഫ്രിക്ഷനാണ് ഈ മൊഡ്യൂളിൽ നമുക്ക്. ഈ 3 ഫ്രിക്ഷനും ഇതിന്റെ ബേസിലുള്ള പ്രോബ്ലവുമാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, കണക്റ്റഡ് ബോഡീസ്, വെഡ്ജ് ഫ്രിക്ഷൻ ആൻഡ് ലാഡർ ഫ്രിക്ഷൻ. നമുക്ക് ഫസ്റ്റ് നോക്കാം കണക്റ്റഡ് ബോഡീസും അതിന്റെ കണക്റ്റഡ് ബോഡീസിന്റെ പ്രോബ്ലം നോക്കാം. ഓക്കെ, കണക്റ്റഡ് ബോഡീസ് എന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കണക്റ്റഡ് ബോഡീസിന്റെ ടൈപ്പിൽ friction in connected bodies. അതിന്റെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. A block A in the figure weighs 200 Newton and block B weighs 300 Newton. Find the force P required to move the block B. Assume the coefficient of friction for all surfaces is 0.3. ഇവിടെ സർഫസ് ഉണ്ട്, ഇവിടെ സർഫസ് ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇപ്പം ഗിവൺ ഡേറ്റ എഴുതുക. ഗിവൺ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര? ന്യൂ 0.3 തന്നിട്ടുണ്ട്. ഈ 2 ബോഡിയുടെയും വെയിറ്റ് തരുന്നുണ്ട്, W1 ഉം W2. W1 എത്രയാണ് തന്നിരിക്കുന്നത്? 200 ന്യൂട്ടൺ. W2 എത്രയാണ് തന്നിരിക്കുന്നത്? 300 ന്യൂട്ടൺ. ഓക്കെ, ഈ 2 ഫോഴ്സും ഇത്രയാണ് ഗിവൺ കണ്ടീഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഫോഴ്സ് P ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. We have to find the force P. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പ്രോബ്ലം ഫസ്റ്റ് മോഡലിൽ ചെയ്ത പോലെ തന്നെ ഓരോ ബോഡിയും എടുത്ത് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ചിട്ടാണ് ഇവിടെയും സോൾവ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, ഇതൊരു സ്ട്രിങ് ആണ്. ഇവിടെയും ഓരോ ബോഡിയും എടുത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് വേണം സോൾവ് ചെയ്യാൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ ഫിഗർ എല്ലാം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വരച്ചപ്പോൾ ഉള്ള ഫിഗറുകളെല്ലാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ബോഡി എടുത്തു. നോക്കെ, ആദ്യത്തെ ബോഡി എടുത്തു. ഏന്ന് പറഞ്ഞ ബോഡി എടുത്തു. ഇതിൽ എന്തൊക്കെയുണ്ട്? ഒരു സ്ട്രിങ് ഉണ്ടല്ലോ. ഈ സ്ട്രിങ്ങില് അങ്ങോട്ടൊരു ടെൻഷൻ ഉണ്ട്, അതിനെ നമുക്ക് T ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സ്ട്രിങ്ങിലുള്ള ടെൻഷൻ T. പിന്നെ ഈ ബോഡിക്ക് ഒരു സെൽഫ് വെയിറ്റ് ഉണ്ടല്ലോ താഴോട്ട്, W. എത്രയാണ് വന്നിരിക്കുന്നത്? 200 ന്യൂട്ടൺ. പിന്നെ ഈ ബോഡി ഇവിടെ കോണ്ടാക്ട് ഉണ്ടല്ലോ, അപ്പൊ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, RN. സംശയമില്ലല്ലോ, റിയാക്ഷൻ ഫോഴ്സ് RN ഉണ്ട്. ഇനി നോക്ക്, ഈ ബോഡി ഇതില് ഒരു എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫസ്റ്റ് ബോഡിയാണ്, അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, മ്യൂ RN. F ആണ്, മ്യൂ RN. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അങ്ങോട്ട്. ഇത്രയാണ് ഈ ബോഡിയിൽ ഫസ്റ്റ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇവിടെ നോക്കിയ ബോഡി ഇൻക്ലൈൻഡ് ഒന്നുമല്ല, നേരെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ റിസോൾവ് ചെയ്യാനുള്ള ഫോഴ്സ് ഒന്നുമില്ല. ഈ ബോഡി നേരെയല്ല, എന്തെങ്കിലും ചരിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും മറ്റേ ആംഗിൾ ഓഫ് റീപോസും ഒക്കെ എടുത്തിട്ട് റിസോൾവ് ചെയ്തായിരുന്നു ചെയ്യേണ്ടത്. ഇവിടെ അതൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇത്രയും ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് ബോഡി എടുത്തു. ഇനി എന്ത് ചെയ്യണം? കൺസിഡർ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കണം.
നമ്മളുടെ ഓക്കെ. ഇനി അപ്പം നമ്മള് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചല്ലോ. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കണം. എന്തൊക്കെയായിരുന്നു ഇക്വിലിബ്രിയം കണ്ടീഷൻസ്? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. അതായിരുന്നു ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓർമ്മയുണ്ടല്ലോ. ഈ ഫോഴ്സിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. സെൽഫ് വെയിറ്റ് ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഉണ്ട്. ഇതിലുള്ള ടെൻഷൻ അങ്ങോട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് തിരിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ആദ്യം സിഗ്മ എഫ് എക്സ് എടുക്കാം. സിഗ്മ എഫ് എക്സിൽ എന്തൊക്കെയാണുള്ളത്? സിഗ്മ എഫ് എക്സ് 0 എന്നുള്ള കണ്ടീഷൻ എടുത്താൽ സിംപ്ലൈസ് എക്സില് മ്യൂ ആർ ഉണ്ട്. ഇപ്പൊ നമ്മൾ റൈറ്റിലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ് എടുത്താൽ ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ് നെഗറ്റീവ് ആണ്. അപ്പൊ മ്യൂ ആർ പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് ടെൻഷൻ -t ഈക്വൽ ടു 0. ഇനി മ്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. therefore t is equal to mu into r. that is equal t is equal to mu എന്നിട്ടുണ്ട് 0.3 r എന്നായിട്ട്. ഇതിനെ നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, 1 എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി നമ്മൾ സിഗ്മ എഫ് ഐ എടുക്കുക. സീറോ എന്നുള്ള കണ്ടീഷൻ എടുക്കുക. എഫ് ഐ എന്നാണ് ഇങ്ങനെയുള്ളത്. നമ്മൾ താഴോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ മേലോട്ടുള്ളത് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഡബ്ല്യു പോസിറ്റീവ് എടുത്താൽ സിംപ്ലൈസ് ഡബ്ല്യു മൈനസ് ആർ എൻ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് ആർ എൻ ഇസ് ഈക്വൽ ടു W1. W1 ആണല്ലോ. W1 എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 200 ന്യൂട്ടൺ. therefore ആർ എൻ ഇസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ കിട്ടും. ഇനി അത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 implies t is equal to 0.3 into 200. that is equal to 60 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ബോഡിയിൽ അത് കിട്ടി. ഇനിയും സെക്കൻഡ് ബോഡി കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ബോഡി ഓക്കെ, സെക്കൻഡ് ബോഡി എടുത്തു. അപ്പൊ അവിടെ എന്തൊക്കെ ഫോഴ്സ് വരും നോക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ബോഡിയാണ് ഇവിടെ വരുന്നത്, ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സെക്കൻഡ് ബോഡി ബി എടുത്തു. അതിനൊരു സെൽഫ് വെയിറ്റ് ഉണ്ട് W, പിന്നെ ഒരു ഫോഴ്സ് കൂടെ ഉണ്ടല്ലോ. സെൽഫ് വെയിറ്റ് W ഉണ്ട്, പിന്നെ ഇവിടെ വരുന്ന റിയാക്ഷൻ ഫോഴ്സും ഉണ്ട് താഴോട്ട്. സെൽഫ് വെയിറ്റ് Wയും റിയാക്ഷൻ ഫോഴ്സും ഉണ്ട് RN. ഇവിടെ നമ്മൾ RN1 കൊടുക്കും. ആദ്യത്തത് RN1 കൊടുക്കും. ഫസ്റ്റ് ബോഡിയുടെ ആയിരുന്നുകൊണ്ട് RN1 എന്ന് ഡിനോട്ട് ചെയ്യണേ. ഓക്കെ, RN1 ഡിനോട്ട് ചെയ്തല്ലോ. അപ്പൊ ഇവിടെ ഈ RN1 കൊണ്ട് W ഉണ്ട് താഴോട്ട്. പിന്നെ ഈ ബോഡിക്ക് ഇവിടെ നമുക്ക് റൈറ്റിലോട്ടൊരു ഫോഴ്സ് ഉണ്ട് P. ബോഡി റൈറ്റിലേക്കാണ് വലിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം നേരെ ഓപ്പോസിറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് μRN ഉണ്ട്. ഓക്കെ, RN1 കറക്റ്റ് അല്ലേ? ഇവിടുത്തെ ആയതുകൊണ്ടാണ് μRN1 വന്നത്. കാണുന്നില്ല, μRN1. ഓക്കെ, ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇനിയും എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. സെക്കൻഡ് ഫോഴ്സ് നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. സെക്കൻഡ് ബോഡി എടുത്തു. സെക്കൻഡ് ബോഡി, ഇതിന് ഒരു സെൽഫ് വെയിറ്റും ഉണ്ട്, നോർമൽ റിയാക്ഷൻസും ഉണ്ട്. അപ്പം താഴോട്ട് എന്തൊക്കെയുണ്ട്? സെൽഫ് വെയിറ്റ് W2 ഉണ്ട്, പിന്നെ RN1 ഉണ്ട്. പിന്നെ ഈ ബോഡി നോക്ക്, മുകളിലായിട്ട് ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ. ഇതിന്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ബോഡി ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇവിടുത്തെ മുകളിലത്തെ ഫ്രിക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് μRN1 ഉണ്ട്.
അത് ബോഡി റൈറ്റിലേക്ക് തിരിയുമ്പോൾ ബോഡിയുടെ മേലിൽ ഇവിടെ കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഇവിടെയും താഴെയും കോണ്ടാക്ട് ഉണ്ടായിട്ട് ഇവിടെയും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതും ഈ ഡയറക്ഷനിലോട്ടാണ്. ഇവിടുത്തെ റിയാക്ഷൻ നമ്മൾ R2 ആയിട്ട് എടുത്താൽ μRN2 ആണ്. ഓക്കെ, പിന്നെന്താണുള്ളത്? ഈ ബോഡിയിൽ നേരെ താഴെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് താഴോട്ട് മേലോട്ട് RN2. ഇതാണ് സെക്കൻഡ് ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. പിന്നെ ഉള്ളത് ഒരു വലിക്കുന്ന ഫോഴ്സ് Pയും. ഓക്കെ, ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. വലിക്കുന്ന ഫോഴ്സ് P ഉണ്ട്, സെൽഫ് വെയിറ്റ് W2 ഉണ്ട്, പിന്നെ ഇവിടെ കോണ്ടാക്ട് ഉണ്ടായിട്ട് ഇവിടെ നോർമൽ ഫോഴ്സ് RN1. ഈ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അപ്പൊ അപ്പർ ബോഡിയായിട്ടുള്ള കോണ്ടാക്ടിലുള്ളിടത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് μRN1. താഴത്തെ ഇവിടുത്തെ റിയാക്ഷൻ RN2. ഇവിടെ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് റിയാക്ഷൻ ഉണ്ട് μRN2. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിനെ വെച്ച് സോൾവ് ചെയ്യണം. സിഗ്മ എഫ്എക്സും സിഗ്മ എഫ്എക്സ് is equal to 0 ആൻഡ് സിഗ്മ എഫ് is equal to 0. ഈ രണ്ട് ഫോഴ്സും ഇനി നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സിഗ്മ എഫ് വൈ is equal to 0 എന്നുള്ള കണ്ടീഷനാണ്. ഇവിടെ വെർട്ടിക്കൽ എന്തൊക്കെ ഡയറക്ഷൻ ഫോഴ്സുകളുണ്ട്. നമ്മൾ താഴോട്ടുള്ളത് പോസിറ്റീവായിട്ട് എടുത്താൽ W2 ഉണ്ട്, പ്ലസ് RN1 ഉണ്ട്, പിന്നെ RN2 ഉണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൈനസ് RN2 is equal to 0 കിട്ടും. ഇവിടെ W2 ഉണ്ട്, RN1 ഉണ്ട്, പിന്നെ RN2 മാത്രം കിട്ടിയാൽ മതി നമുക്ക്. ദാറ്റ് ഇംപ്ലൈസ് W2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 300 പ്ലസ് RN1 നമുക്ക് ഇവിടെ കിട്ടി 200 is equal to RN2. ദാറ്റ് ഇംപ്ലൈസ് 500 ന്യൂട്ടൺ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനിയും സിഗ്മ എഫ് എക്സ് is equal to 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുക. എക്സ് ഡയറക്ഷൻ എന്തൊക്കെയാണുള്ളത്? നമ്മൾ റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുക്കുക. P ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് മൈനസ് μRN1 ഉണ്ട്, ആ ഡയറക്ഷനിൽ തന്നെ μRN2 ഉണ്ട് is equal to 0. ഓക്കെ, P ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ RN2 കിട്ടി, RN1 ഉണ്ട്, മ്യൂ ഉണ്ട്, ക്വസ്റ്റ്യൻ ഇല്ല. Therefore P is equal to μRN1 plus μRN2. That implies mu 0.3, RN1 is 200 plus 0.3 into RN2 500. Okay, ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും 210 ന്യൂട്ടൺ. P നമുക്ക് കിട്ടി. P ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ബാക്കി ഇനി ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇത് കണക്റ്റഡ് ബോഡീസിന്റെ പ്രോബ്ലം ആണേ. അപ്പൊ രണ്ട് ബോഡി തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്നത്. 2 ബോഡി ആവാം, 3 ബോഡി ആവാം, കുറെ ബോഡീസ് ആണ് ഇത് തമ്മിൽ കണക്ഷൻ വരുന്ന ഉള്ള ബോഡീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ വേറെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ചോദിക്കുക. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് കണക്റ്റഡ് ബോഡീസിന്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണല്ലോ? What should be the value of angle theta for the motion of the block B weighing 90 Newton to impel down the plane? The coefficient of friction for all the surface of contact is 1/3. Block K weighs 30 Newton. ഇതാണ് ഫിഗർ. 2 ബ്ലോക്സ് ഉണ്ട്, എയും ബിയും. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇവിടെ വേറൊരു ആംഗിൾ വരും. ഇപ്പൊ നമ്മള് ആദ്യം പഠിച്ചില്ലായിരുന്നോ? ഫ്രിക്ഷൻ പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു ഇവിടെ വേറെ ആംഗിൾ ആൽഫ ഫൈ എന്നൊക്കെ പഠിച്ചായിരുന്നു നമ്മള്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഇതിൽ വരുമ്പോഴാണ് നമ്മൾ തീറ്റ ഇട്ട് ചെയ്തത്. ഓർമ്മയുണ്ടല്ലോ? കഴിഞ്ഞ പ്രോബ്ലത്തില് തീറ്റ കഴിഞ്ഞ പറഞ്ഞ തീറ്റ ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ, എല്ലാം ഫ്രിക്ഷൻ പഠിച്ചപ്പോ ഓർമ്മയുണ്ടല്ലോ?
അപ്പം ഇവിടെ വേറെ തന്നാലും ഇവിടെ വരുന്ന ആംഗിൾ തീറ്റ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റിന് ചിലപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വേറെ സിമ്പിൾ അറിയാൻ തരില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്നോ വിചാരിക്കരുത്, സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. എല്ലാ പ്രോബ്ലത്തിന്റെയും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എപ്പോഴത്തെ പോലെയും തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഒരു മിനിറ്റ്. അപ്പം നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ബ്ലോക്ക് എ, ആദ്യത്തെ ബ്ലോക്ക് എടുക്കുക. ബ്ലോക്ക് എയിൽ ഏതൊക്കെ ഫോഴ്സുകളുണ്ട് നോക്ക്. ഇവിടെ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അവിടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ബ്ലോക്ക് എയിൽ അങ്ങോട്ടൊരു ഇങ്ങോട്ട് ടെൻഷൻ ഉണ്ട്. ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനാണ് നമ്മൾ വരച്ചത്. ഓക്കെ, പിന്നെ ഓക്കെ, ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ. കോണ്ടാക്ട് ആവുമ്പോൾ ഇവിടെ RN ഉണ്ട്. കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ RN ഉണ്ട്. കറക്റ്റ് അല്ലല്ലോ? കറക്റ്റ് ആണല്ലോ. ഇനി ഈ ബോഡിയുടെ സൾഫേറ്റ് ഉണ്ട് താഴോട്ട്. കറക്റ്റ് അല്ലേ? WA സൾഫേറ്റ് താഴോട്ട്. ഇനി ഇവിടെ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ബോഡി മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ട്? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് F ഉണ്ട്. കറക്റ്റ് അല്ലേ? ആ പൊസിഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് F ഉണ്ട്. ഇങ്ങോട്ട് എഫിന്റെ ഇതെന്താണ്? F mu RN. F µRN. ഇങ്ങോട്ട് µRN ഉണ്ട്. ഓക്കെ, ഇത്രയും ഫോഴ്സ് ആണ് ഈ ഫസ്റ്റ് ബോഡിയിലുള്ളത്. സൾഫേറ്റ്, ടെൻഷൻ, പിന്നെ ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ ഓക്കെ, നമ്മൾ ഇതാണ് ഇൻക്ലൈൻഡ് സർഫസ് ആണ് നമ്മളുടെ പ്ലെയിനായിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് ടെൻഷനും ഇതുമുണ്ട്, വെർട്ടിക്കൽ RN ഉണ്ട്. പിന്നുള്ളത് WA ആണ്. WA ആണ് നമുക്ക് റിസോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും ഫ്രിക്ഷൻ പഠിച്ചപ്പോഴൊക്കെ പഠിച്ചു. ഇവിടെ ഈ നോർമൽ റിയാക്ഷൻ ഒരു വെർട്ടിക്കലുമായിട്ട് അല്ലെങ്കിൽ സ്ട്രേറ്റ് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പം ഇവിടെ നോക്കേ, ഇതാണ് നോർമല്. ഇതിനെങ്ങനെ എടുത്താൽ WA ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? തീറ്റാനായിരിക്കും. ഓക്കെ, ഇത് ഫ്രിക്ഷന്റെ തിയറി നിങ്ങൾ നോക്കണം. നമ്മൾ ഇങ്ങനെയാണ് ഫിഗർ സോൾവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഇത് പഠിച്ചിരിക്കണം. ഇങ്ങനെ ചരിഞ്ഞു വരുന്ന ഇംഗ്ലണ്ട് പ്ലെയിനിൽ ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും തീറ്റ എപ്പോഴും. അല്ലെങ്കിൽ ഫൈയും തീറ്റയും സെയിം തന്നെയാണ്. അതായത് ഇവിടെ വരുന്ന ആംഗിള് തീറ്റ തന്നെ ആയിരിക്കും ഈ ആംഗിള്. ഓക്കെ, ഇവിടെ ഫൈ ആയിരുന്നെങ്കിൽ ആ ഫൈ തന്നെ ആയിരിക്കും ഇവിടെയും. തീറ്റ ഈ രണ്ട് ആംഗിളും, ഇവിടെ കാണിക്കുന്ന ആംഗിളും ഇങ്ങനെ വരുന്ന ആംഗിളും സെയിം തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മറക്കരുത്. റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ റിസോൾവ് ചെയ്യണം. ചരിഞ്ഞു വരുന്ന ഇംഗ്ലണ്ട് പ്ലെയിനിൽ ഉള്ള ഫിഗർ ആണെങ്കിൽ ഫ്രിക്ഷന്റെ പ്രോബ്ലത്തിന് ഇതുപോലെയുള്ള ഫോഴ്സുകളാണ് വരുന്നത്. ഇവിടെ ടെൻഷൻ, ചില പ്രോബ്ലത്തിൽ ടെൻഷൻ കാണത്തില്ല. അപ്പൊ ടെൻഷൻ പോവും, ബാക്കി ഫോഴ്സുകളെല്ലാം ഇതുപോലെ തന്നെ കാണും. ആംഗിൾ ഇവിടെയാണ് മേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ സെയിം ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ തീറ്റ രണ്ടും സെയിം ആണ്. ഓക്കെ, കിട്ടില്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ WA റിസോൾവ് ചെയ്യണം. ഇവിടെ തീറ്റ, ഇവിടെ നോക്ക്, വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമുക്കിവിടെ തീറ്റ വന്നിരിക്കുന്നത്, കിട്ടിയിരിക്കുന്നത്. വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ടാണ്. അതായത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ വെർട്ടിക്കൽ ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അപ്പൊ അതിനെ റിസോൾവ് ചെയ്യാൻ അറിയാമല്ലോ. റിസോൾവിങ് WA ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇതിനായിട്ടാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പം ആ സർഫസിന് പാരലായിട്ട് ആക്സിസ്, പിന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ക്ലിയർ അല്ലേ? ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇത് താഴോട്ടാകുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ വരുന്ന ആംഗിളാണ് തീറ്റ. അപ്പം ഇത് WA ആണെങ്കിൽ ഇത് WA കോസ് തീറ്റ ആയിരിക്കും. ഇവിടെ വരുന്നത് WA
സൈൻ തീറ്റ ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റയെങ്കിൽ അതിന് വരുന്ന അഡ്ജസ്റ്റന്റ് സൈഡാണ് കോസിന്റെ ഫാക്ടർ WA കോസ് തീറ്റ. ഈ ഹൊറിസോണ്ടലോട്ട് വരുന്നതാണ് സൈൻ തീറ്റ വരുന്നത്. WA സൈൻ തീറ്റ. WA റിസോൾവ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കണം. ഏതൊക്കെ? സിഗ്മ FX = 0 ഉണ്ട്, പിന്നെ സിഗ്മ FY = 0 ഉണ്ട്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ആദ്യം സിഗ്മ FX = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. അപ്പൊ സിഗ്മ FX എന്തൊക്കെയാണ്? ഹൊറിസോണ്ടൽ കിടക്കുന്ന സാധനങ്ങളല്ല. T ഉണ്ട്, ന്യൂആർഎൻ ഉണ്ട്, പിന്നെ WA ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ റൈറ്റിലോട്ട് കിടക്കുന്നത് പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മൾ ഇഷ്ടമാണ് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് പോസിറ്റീവ് എടുക്കാം. ഇവിടെ ഞാൻ റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ ലെഫ്റ്റിലോട്ടുള്ളത് നെഗറ്റീവും ആയിരിക്കും. അപ്പൊ ഇവിടെ റൈറ്റിലോട്ടുള്ളത് T ഉണ്ട്. ഇപ്പൊ സിഗ്മ FX = T. പിന്നുള്ളത് µRN ഓപ്പോസിറ്റ് ഡയറക്ഷൻ -µRN. പിന്നുള്ളത് WA സൈൻ തീറ്റയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ -WA സൈൻ തീറ്റ = 0. ഓക്കെ, അതിനുമുമ്പ് ഇവിടെ ഗിവൺ കണ്ടീഷൻ എഴുതിയില്ലായിരുന്നല്ലോ. ഗിവൺ എന്തൊക്കെയാണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 1/3, പിന്നെ WA 30 ന്യൂട്ടൺ, WB 90 ന്യൂട്ടൺ. ഇത്രയും ഗിവൺ ആണ് ക്വസ്റ്റ്യനിൽ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അത് ഇങ്ങോട്ട് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് T ഇല്ല, therefore T = µRN plus WA sin theta. µ എത്രയാണ്? 1/3 into RN1. നമ്മളിവിടെ N1 എന്ന് കൊടുക്കും, ഫസ്റ്റ് ബോഡിയുടെ വേണ്ട, അല്ലെങ്കിൽ NA കൊടുത്തു. NA പ്ലസ് ഇവിടെ NA കൊടുത്തേ. WA തന്നിട്ടുണ്ട് 30 into sin theta. ഓക്കെ, ഇങ്ങനെ ഇട്ടല്ലോ. ഇതിന് 1 ആയിട്ട് കൊടുക്കുക. ഈ നെക്സ്റ്റ് എടുക്കേണ്ടത് സിഗ്മ FY = 0 ഹൊറിസോണ്ടലുമായിട്ടുള്ളത്. അപ്പൊ സിഗ്മ FY എന്തൊക്കെയാണ്? WA നമ്മുടെ മേളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് എടുക്കുക. അപ്പൊ RN മുകളിലോട്ടുണ്ട്, WA കോസ് തീറ്റയുടെ കമ്പോണന്റ് താഴോട്ടും ഉണ്ട്. അപ്പൊ ഉടനെ ഉള്ളു RN1 ഇതിന്റെ ഡയറക്ഷൻ തിരിച്ചാണ്. WA കോസ് തീറ്റ = 0 കിട്ടും. ഇവിടുന്ന് RN എന്ത് കിട്ടും? RN = WA കോസ് തീറ്റ കിട്ടും. അതായത് WA 30 ആണ്, 30 കോസ് തീറ്റ കിട്ടും RN. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനിയും സെക്കൻഡ് ബോഡി എടുക്കുക. റിസോൾവിങ് ഇത് നമ്മൾ 2 കൊടുക്കും. RN = RN എന്ന് പറയുന്നത് 30 കോസ് തീറ്റ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ 2 ആയി ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ബോഡി എടുക്കും. സെക്കൻഡ് ബോഡി വരുന്ന ഫോഴ്സുകളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, കാണാമല്ലോ. ഇവിടെയാണ് സെക്കൻഡ് ബോഡി വരുന്നത്. അതായത് ബിക്ക് എന്തൊക്കെയുണ്ട്? ഇവിടെ മേഖലയിൽ ഈ ബോഡിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു RN ഉണ്ട് പെർപെൻഡിക്കുലറായിട്ട്. RNA താഴത്തുണ്ട്. ഓക്കെ, പിന്നെ ഈ ബോഡിയുടെ സെൽഫ് വെയിറ്റ് ഉണ്ട്. കറക്റ്റല്ലേ? സെൽഫ് വെയിറ്റ് ഉണ്ട് ബോഡിക്ക് താഴത്ത്. W പിന്നെ ഇവിടുത്തെ ഈ താഴെയായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടല്ലോ, റിയാക്ഷൻ RND ആയിട്ട് എടുക്കാം. റിയാക്ഷൻ RND ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഈ ബോഡിയുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരുന്നു. അപ്പം സെക്കൻഡ് ബോഡി വരുമ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം അങ്ങോട്ടുണ്ട് µRN
എൻ എ. ഓക്കെ, മേളിൽ അത്രയാണുള്ളത്. താഴെ വരുമ്പോൾ ആർ എൻ ബി ഉണ്ട്. പിന്നെ നോക്കി ഈ ബി താഴോട്ടാണ് മൂവ് ചെയ്യുന്നത് സെക്കൻഡ് ബോഡി, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഈ ബോഡി താഴെ മ്യൂ ആർ എൻ ബി ഉണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇത്രയാണോ ഉള്ളത്? ക്ലിയർ ആണല്ലോ. ഇവിടെ അപ്പം ഡബ്ല്യു ബി ഉണ്ട്. ഈ ഡബ്ല്യു ബിയും ഈ ആർ എൻ എയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ആംഗിളാണ് തീറ്റ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെയും റിസോൾവ് ചെയ്യണം ഡബ്ല്യു ബി എ. ഡബ്ല്യു ബി എ നേരത്തെ പോലെ റിസോൾവ് ചെയ്യുമ്പോൾ ഡബ്ല്യു ബി താഴോട്ടുണ്ട്. ക്രിട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ക്രിട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റ്, രണ്ട് കമ്പോണന്റ് ഉണ്ട്. ക്രിട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആയിട്ട് ഡബ്ല്യു ബി കോസ് തീറ്റയും ഡബ്ല്യു ബി സൈൻ തീറ്റയും വരും. കറക്റ്റ് ആണല്ലോ. ഓക്കെ, റിസോൾവിങ് ഇത്രയും ഫോഴ്സുകളാണ് ഉള്ളത്. ഇനി നമ്മൾ ഇവിടെയും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കൊടുക്കുക. സിഗ്മ എഫ് എക്സും =0, സിഗ്മ എഫ് ഐ =0. ഇവിടെ നമുക്ക് ആദ്യം സിഗ്മ എഫ് ഐ എടുക്കാം, 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ സിഗ്മ എഫ് ഐ =0 എന്നുള്ള കണ്ടീഷൻ എടുക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? നമുക്ക് മേളിലോട്ടുള്ള എല്ലാം പോസിറ്റീവ് എടുക്കാം. അപ്പോൾ ആർ എൻ ബി ഉണ്ട് മേളിലോട്ട്, ആർ എൻ എ താഴോട്ടുണ്ട്. പിന്നെ ഈ ഡബ്ല്യു ബി യുടെ കമ്പോണന്റും ഇവിടെ നോക്ക്, ഡബ്ല്യു ബിയുടെ കമ്പോണന്റും താഴോട്ടുണ്ട്. കേട്ടല്ലേ? അപ്പോൾ സിഗ്മ എഫ് ഐ ഏതൊക്കെയാണുള്ളത്? മുകളിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ ആർ എൻ ബി പോസിറ്റീവ് മൈനസ് ആർ എൻ എ താഴോട്ട്, പിന്നെ ഡബ്ല്യു ബി കോസ് തീറ്റയും താഴോട്ട് പ്ലസ് ഡബ്ല്യു ബി കോസ് തീറ്റ. ഓക്കെ, ഇവിടെ നോക്ക് ആർ എൻ എ എത്രയാണ്? 30 കോസ് തീറ്റയാണ്. ആർ എൻ ബി മൈനസ് 30 കോസ് തീറ്റ മൈനസ് ഡബ്ല്യു ബി എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ഗിവൺ ഡബ്ല്യു ബി 90 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഡബ്ല്യു ബി അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 90 കോസ് തീറ്റ =0. ഇവിടെ നമുക്ക് ആർ എൻ ബി എന്ത് കിട്ടും? ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 30 കോസ് തീറ്റ പ്ലസ് 90 കോസ് തീറ്റ 120 കോസ് തീറ്റ കിട്ടും. ആർ എൻ ബി =120 കോസ് തീറ്റ കിട്ടും. നമ്മൾ 3 ആയിട്ട് ഇന്നോട്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ സിഗ്മ എഫ് എക്സ് =0 എടുക്കും. അതെടുക്കുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഏതൊക്കെയുള്ള മ്യൂ ആർ എൻ റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ മ്യൂ ആർ എൻ എ പോസിറ്റീവാണ്, മ്യൂ ആർ എൻ ബി ഉണ്ട്, പിന്നെ ഡബ്ല്യു ബി സൈൻ തീറ്റ ഉണ്ട്. റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ മ്യൂ ആർ എൻ എ പ്ലസ് മ്യൂ ആർ എൻ ബി മൈനസ് ഡബ്ല്യു ബി സൈൻ തീറ്റ =0. ഓക്കെ, ഇനി മ്യൂ ഉണ്ട്, ആർ എൻ എ ഉണ്ട്, ആർ എൻ ബി ഉണ്ട്, ഡബ്ല്യു ബി എല്ലാം ഉണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എൻ എ 30 കോസ് തീറ്റയാണ്, മ്യൂ 1/3 ആണ്. അപ്പോൾ 1/3 ഇൻറ്റു 30 കോസ് തീറ്റ പ്ലസ് മ്യൂ 1/3 ഇൻറ്റു ആർ എൻ ബി എത്രയാണ്? 120 കോസ് തീറ്റ മൈനസ് ഡബ്ല്യു ബി 90 സൈൻ തീറ്റ =0. ഇവിടുന്ന് 1/3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 30 കോസ് തീറ്റ പ്ലസ് 120 കോസ് തീറ്റ കിട്ടും. അതായത് 150 കോസ് തീറ്റ കിട്ടും. കറക്റ്റ് അല്ലേ? 1/3 ഇൻറ്റു 150 കോസ് തീറ്റ =90 സൈൻ തീറ്റ കിട്ടും. ഇത് ചെയ്യുമ്പോൾ 3 അപ്പുറത്തോട്ട് പോയാൽ 150 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 90 × 3 270 സൈൻ തീറ്റ കിട്ടും. ഇവിടെ നമുക്ക് ടാൻ തീറ്റ എന്താണ് കിട്ടുന്നത്? ടാൻ തീറ്റ =150/270 ചെയ്യണം. 150/270 that is equal to 0.55.
which implies theta is equal to tan inverse 0.555, അതായത് 29.03 ഡിഗ്രിയിലേക്ക് 29.03, that is theta is equal to 29.03 ഡിഗ്രിയിലേക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ പ്രോബ്ലം. ക്ലിയർ ആണല്ലോ? റിസോൾവ് ചെയ്യുന്ന ഈ ആംഗിൾ ഇവിടെ തീറ്റ വരുന്നത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ പ്രോബ്ലം കൊണ്ട് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഒന്നുകൂടെ നോക്കാം വീഡിയോ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.